പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും ഭാരതത്തിന്റെ മണ്ണിൽ തൊടാതെ ആകാശത്ത് വെച്ച് തന്നെ പൂർണ്ണമായും നിർവീര്യമാക്കിക്കൊണ്ട് അതിർത്തിയിൽ ശക്തമായ ഒരു രക്ഷാകവചം പോലെ പ്രവർത്തിക്കുന്ന സുദർശൻ ചക്ര എന്ന S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ചുള്ള ചില വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. 1980കളിൽ റഷ്യയിലെ അൽമാസ് ഡിസൈൻ ബ്യൂറോയാണ് S-400 എയർ ഡിഫൻസ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തത്. 2018ലാണ് ഇന്ത്യയും റഷ്യയും ഇത്തരത്തിലുള്ള 5 സിസ്റ്റംസ് വാങ്ങാനുള്ള കരാറിൽ ഒപ്പുവയ്ക്കുന്നത്. ഏതാണ്ട് $5.43 ബില്യൺ ആയിരുന്നു ഇതിന്റെ ഡീല്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 42,000 കോടി രൂപ. ഇതൊരു വലിയ എമൗണ്ട് ആണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഈ കഴിഞ്ഞ 2 ദിവസത്തെ ഇന്ത്യ പാക് യുദ്ധത്തിലെ ഇതിന്റെ ഉപയോഗം മനസ്സിലാക്കിയാൽ ഒരിക്കലും നമുക്ക് നഷ്ടമല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഈ സംവിധാനം അതിർത്തിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ വലിയ ആൾനാശവും മറ്റനേകം നഷ്ടങ്ങളും നമുക്കുണ്ടാകുമായിരുന്നു. ഇനി ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് 40 കിലോമീറ്റർ മുതൽ 600 കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങളെ ഡിറ്റക്ട് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും സാധിക്കും. അതുപോലെ 400 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ നമുക്ക് ഈ ലക്ഷ്യങ്ങളെ മിസൈൽ ഉപയോഗിച്ച് നശിപ്പിക്കാനും സാധിക്കും. ഈ സമയം അനേകം ലക്ഷ്യങ്ങളെ ഡിറ്റക്ട് ചെയ്യാനും അവയെ മിസൈൽ ഉപയോഗിച്ച് നശിപ്പിക്കാനുള്ള കഴിവ് ഈ സിസ്റ്റത്തിനുണ്ട്. ഇനി ഇതിന് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്ന വ്യോമാക്രമണങ്ങൾ ഏതൊക്കെ ടൈപ്പാണെന്ന് നമുക്ക് നോക്കാം. സബ്സോണിക് ആൻഡ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ, ഡ്രോണുകൾ, ഹെലികോപ്റ്ററുകൾ തുടങ്ങിയ ഒട്ടുമിക്ക വ്യോമാക്രമണങ്ങളെയും ഡിഫെൻഡ് ചെയ്യാനുള്ള കഴിവ് ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിനുണ്ട്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം, രണ്ടാമതായി റഡാർ സിസ്റ്റം, മൂന്നാമതായിട്ട് മിസൈൽ ലോഞ്ചിങ് സിസ്റ്റം, നാലാമതായിട്ട് മിസൈൽസ്. ഇതിൽ കമാൻഡ്സ് ആൻഡ് കൺട്രോൾ സിസ്റ്റമാണ് മുഴുവൻ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത്. ഡിറ്റക്ഷൻ മുതൽ മിസൈൽ ലോഞ്ച് ചെയ്യുന്നത് വരെയുള്ള മുഴുവൻ സിസ്റ്റത്തിനെയും കോർഡിനേറ്റ് ചെയ്യുന്ന ജോലിയാണ് കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിനുള്ളത്. ശക്തിയേറിയ റഡാർ സിസ്റ്റം, 600 കിലോമീറ്റർ റേഞ്ച് വരെയുള്ള കാര്യങ്ങളെ ഡിറ്റക്ട് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും കഴിവുള്ള റഡാർ സിസ്റ്റംസ് ആണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് മിസൈൽ ലോഞ്ചറാണ്. മിസൈൽസിനെ മിസൈൽ ലോഡ് ചെയ്യുക, മൗണ്ട് ചെയ്യുക, ഫയർ ചെയ്യുക മുതലായ കാര്യങ്ങൾ നിർവഹിക്കുന്നത് ഈ സിസ്റ്റമാണ്. നാലാമതായിട്ട് മിസൈൽസ്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള മിസൈൽസ് ഇതിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ കഴിയും? ഷോർട്ട് റേഞ്ച് മിസൈൽസ്, 40 കിലോമീറ്റർ റേഞ്ചുള്ള ഷോർട്ട് റേഞ്ച് മിസൈൽസ്, 120 കിലോമീറ്റർ റേഞ്ചുള്ള മീഡിയം റേഞ്ച് മിസൈൽസ്, 250 കിലോമീറ്റർ റേഞ്ചുള്ള ലോങ് റേഞ്ച് മിസൈൽസ്, 400 കിലോമീറ്റർ റേഞ്ചുള്ള അൾട്രാ ലോങ് റേഞ്ച് മിസൈൽസ്. ഇങ്ങനെയുള്ള എല്ലാ മിസൈലുകളും ഈ സിസ്റ്റത്തിൽ നിന്ന് ലോഞ്ച് ചെയ്ത് നമുക്ക് ശത്രുവിൻ്റെ മിസൈലുകളെയും ഡ്രോണുകളെയും തകർക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ സിസ്റ്റം അതിർത്തിയിൽ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് സൈന്യത്തിൻ്റെ മുതൽക്കൂട്ട് തന്നെയാണ്. ഈ അയൺ ഷീൽഡ് പോലെ നമ്മുടെ അതിർത്തികളെ ഇത് സംരക്ഷിക്കും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് തുടർന്നുള്ള വീഡിയോ നമുക്ക് കാണാം. താങ്ക് യു.